Respected father, principal, and all my dear teachers. Today Ave Mariam Sport is going to present the Christmas program. So we all are inviting you all to enjoy our Christmas. Christmas is not only the celebration of Jesus Christ's birth, but it also the love, sacrifice, and the strength of this woman. It shows that woman. Okay, now I welcome to Father to light the candle. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം സ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന നല്ല ദൈവമേ, ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നിന്റെ കരുണയെ കുറിച്ച് ഓർക്കുവാനും പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും കഴിയുവാനും ഞങ്ങളെ എല്ലാവർക്കും പ്രവേശനം. ശല്യമാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് വിളിയേ ഞാൻ കാണാൻ പറ്റുന്നില്ല. ഞാൻ പത്രം വായിക്കുന്നത് ക്രിസ്മസ് ആണ്, നല്ലൊരു ദിവസമായിട്ട് എന്നെ ഒന്ന് സഹായിക്കും. നീയും പിള്ളേരും കൂടെ അങ്ങ് ചെയ്താൽ മതി. ഈ വർഷത്തെ ക്രിസ്മസ് നിങ്ങൾ പെണ്ണുങ്ങൾ അങ്ങ് ആഘോഷിക്കും. എന്തോ അച്ചായ എന്നും സ്ഥിരം ഈ ഡയലോഗ് തന്നെയാണല്ലോ. അച്ചായൻ എന്നെ സഹായിച്ച പറ്റും. 30 വർഷം പട്ടാളത്തെ സേവനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഒരു റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നീ അതുപോലെ സമ്മതിക്കത്തില്ല. എന്തോ അച്ചായ ഒന്ന് സഹായിച്ച പറ്റും. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. വലിയ ജോലി ഒന്നും ചെയ്യും. ഇന്നത്തേക്കുള്ളേ ഈ പരിസരത്ത് കാണിച്ചു. ശരി, ഓക്കെ. മറ്റൊന്നുണ്ടല്ലോ. ശരി, അങ്ങനെ എത്തും. ആരോ വിളിച്ചേ? എന്റെ ഒരു കൂട്ടുകാരനാണ്. വൈകിട്ടാണ് അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ശാസ്ത്രം കൊണ്ട് വെച്ച് എനിക്ക് അർജന്റ് പോണ്ട. ഞാൻ പറഞ്ഞല്ലോ, നീയും മക്കളും കൂടെ ചേർന്ന് ഒരു അപ്പോഴത്തേക്ക് ഞാൻ എത്തും. കണ്ടോ ഓരാവേശം. ഒരു മക്കളെ വിളിച്ചേ. അക്കുവേ, മിത്തുവേ, എണീറ്റേ. ക്രിസ്മസ് ഒക്കെ അല്ലേ, പല്ലെങ്കിലും തേക്ക്. കുളിക്കത്തില്ല. എന്റെ ക്യാരറ്റും പോയി. പിന്നെ ബിഗ് ബോസും കഴിഞ്ഞ് അനുമോള് ട്രോഫിയും മേടിച്ചോണ്ട് പോയി. കുടുത്തക്കേട് ഇതുവരെ മാറിയില്ല. അതിനെന്തിനാ അടിക്കുന്നേ? അമ്മയുടെ മോള് അവള് ഉറങ്ങുവല്ല, അവള് ധ്യാനം ചെയ്യുക, യോഗ ചെയ്യുക. പറയണ്ടേ? സൂപ്പർ. അമ്മയുടെ മോള് കണ്ണടച്ചിരുന്ന അത് ധ്യാനം, ഞാൻ കണ്ണടച്ചിരുന്ന അപ്പ പറയും കുത്തിരുന്ന് ഉറക്കമാണ്. നീ അങ്ങനെ ഒന്നും പറയല്ലേ. കഷ്ടം. എന്റെ മോളെ കണ്ടോ ഒരു ശല്യമില്ല. എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാ മതി. അവിടെ നിൽക്കുന്ന നിപ്പ് കണ്ട മോള്. മതി മതി, പോയി കുളിച്ചേ. പോ 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 പോ. കുളിക്കത്തു ഇല്ല, നനയ്ക്കത്തില്ല. ഓ അയ്യോ, എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങോട്ട് വാ. അമ്മേ, അമ്മ എനിക്കൊരു സംശയമുണ്ട്. ഓ നിക്ക്. മോക്ക് സംശയമൊന്നും ഇല്ലല്ലോ. മോള് പോയി കിടന്നു കേട്ടോ. നല്ലതുപോലെ ഓർമ്മണേ. അമ്മ, കഴിഞ്ഞ ദിവസമേ നമ്മള് പള്ളിയിൽ പോയപ്പോഴേ അച്ഛൻ ഇങ്ങനെ ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലോ. എലിസബത്തിനെ പറ്റിയിട്ടും മേരിയെ പറ്റിയിട്ടും റാഹേലിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞില്ലേ, അന്നെ പറ്റിട്ടൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ലേ. എനിക്കൊന്നും പറഞ്ഞിരുന്നു. മോള് വിഷമിക്കണ്ട കേട്ടോ. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പം കണ്ടാൽ. Elizabeth was a wise and faithful woman in the Bible. She was the mother of John the Baptist and a relative of Mother Mary. She welcomed Mary with joy and blessed her, showing great faith and happiness in God's plan. ആരാ വരുന്നത്? മറിയമാണോ? ഞാൻ നസ്രയത്തിൽ മറിയം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അരികിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചല്ലോ. ഞാൻ അതീവ സന്തോഷവതിയാണ്. എന്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവൻ, ശക്തനായവൻ എന്നെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി വരുന്ന തലമുറ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എല്ലാം ദൈവഹിതം. Mother Mary,
Mother Mary is the humble and the faithful woman chosen by the God to be the mother of Jesus. With a great courage, she accepted God's plan and brought the Savior into the world. Her purity, obedience, and deep faith make her a shining example of love and devotion in the Christmas story. Anna was a holy and elderly woman in the Bible who recognized baby Jesus as a savior when Mary and Joseph brought him to the church. അല്ല, മേരിയും ജോസഫും അല്ലേ വരുന്നത്? കടന്നു വരൂ മക്കളെ. അമ്മേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ചാൽ. നല്ല ദിവ്യത്വമുള്ള കുഞ്ഞാണല്ലോ ഇത്. ഇവനാണ് ജെറുസലേമിനെ വീണ്ടെടുത്ത മിശിഹാ തമ്പുരാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? സർവശക്തനായ ദൈവം തമ്പുരാനെ ലോകത്തിന് കാണിച്ചു തന്ന ആദ്യ വനിതയാണ്. അന്നയും എലിസബത്തും കൂടാതെ കുറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ക്രിസ്മസ്. കേട്ടോ? മനസ്സിലായമ്മേ. കഴിഞ്ഞു. എന്തോ എല്ലാം റെഡിയാ. കുരിശടി വരെ എത്തി കരോള്. എല്ലാം റെഡിയായോ? എല്ലാം റെഡിയാക്കി വെച്ചേക്കാ. മീറ്റിംഗിൽ ഫാദറിനെ കണ്ടിരുന്നു. നമ്മള് ഫാദറെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫാദർ എത്തും. എത്തിയെന്ന് തോന്നുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫാദറിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാം. ചരിത്രം നോക്കുമ്പോൾ പുരുഷാധിപത്യവും മേൽക്കോയ്മയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സധൈര്യം മാതാവാകാൻ തയ്യാറായ മറിയവും മറിയത്തിന് എല്ലാ സഹായവും ചെയ്തെടുത്ത് കൂടെ നിന്ന എലിസബത്തും ലോകത്തോടെ ദൈവപുത്രന്റെ ജനനം വിളിച്ച് ആദ്യമായി പറഞ്ഞ വനിത അന്നയും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലത്ത് തികച്ചും ഒരു കുടുംബത്തിനെ ഒത്തൊരുമിച്ച് നിർത്തി വീടുകളിൽ പുൽക്കൂടൊരുക്കുകയും വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കിയും കുടുംബ കൂട്ടായ്മകളും പ്രാർത്ഥനകളും നടത്തിയും ഒരു കുടുംബത്തിനെ ഒത്തൊരുമയോടെ നിർത്തുന്നതിലും സ്ത്രീകൾക്കുള്ള പങ്ക് ചെറുതല്ല. അതുപോലെ വരും തലമുറയ്ക്ക് യേശുവിന്റെ തിരുപ്പിറവിയുടെ മഹത്വവും യേശുവിന്റെ ജനന കഥകളും പറഞ്ഞു കൊടുത്ത് കുടുംബത്തിനെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന സ്ത്രീകളാണ്. ചുരുക്കത്തിൽ മറിയത്തിന്റെ അമ്മ മനസ്സിൽ നിന്നും തുടങ്ങുന്ന ക്രിസ്മസ് ഇന്നും ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ കരുതലിന്റെയും പ്രാർത്ഥനയിലൂടെയുമാണ് പ്രകാശപൂരിതമാകുന്നത്. Celebration you all enjoyed. So all of you, happy Christmas and happy New Year. Almighty God bless you all. Reflected and shared their vision of the role of women in the creation history or salvation history is very important. It is without the cooperation of a lady, nothing has gained in the world or nothing has won the heart of the people. മനുഷ്യ ചരിത്രത്തിൽ മുഴുവൻ ഏത് വിജയത്തിൻ്റെയും
ഏത് സംരംഭത്തിൻ്റെയും ഏത് രക്ഷയുടെയും പിന്നില് ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ ഹൃദയവും മനസ്സും ബ്രെയിനും ഓപ്പറേഷൻ സഹകരണവും എല്ലാം ഉണ്ട്. അത് ഇന്നത്തെ ആ ടീം അന്ന എന്ന കഥാപാത്രത്തിലൂടെ ഒരു പ്രത്യേകമായ രീതിയിൽ പലർക്കും അറിയാൻ വയ്യാത്തൊരു സംഭവമായിരിക്കും. ഈ യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ശിമയോനും അന്നയും ചേർന്ന് അവർക്ക് മനസ്സിലാകുന്നു ഈ വരുന്നത് യേശുവാണ്, ദൈവമാണെന്ന് മനസ്സിലാകുന്നു. അവനെ കൈകളിലെടുത്ത് അവര് അപ്രീസിയേഷനും അവൻ ആരായിത്തീരും, എന്തായിത്തീരും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. വളരെ ഹൃദയഭേദകമായ അല്ലെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ദൈവവചനമാണ്, ഗോഡ്സ് വേർഡ്സ് ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ നമ്മുടെ കോണ്ടസ്റ്റുമായിട്ട് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ അമ്മമാരുടെ പല പൊങ്കാലകളും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്കറിയാം ആറ്റുകാൽ പൊങ്കാല, ചക്കുളത്തുകാവ് പൊങ്കാല, അതുപോലെ ഇപ്പോഴും മിക്കവാറുമുള്ള ഈ ശാസ്താംകോട്ടയിൽ തുടങ്ങിയിട്ടുണ്ട്, പഴനിക്കാവിലൊക്കെ പൊങ്കാലകൾ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പ്രതീകമാണ് ഈ അമ്മമാരുടെ, അല്ലെങ്കിൽ അവരെ പൂർത്തീകരിപ്പിക്കുന്നു. ഒരുപാട് ത്യാഗം സഹിച്ച് അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, പലർക്കും കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളത് ആറ്റുകാലിൽ പോയി പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ദിവ്യമായ കാര്യങ്ങളൊക്കെ അവർ നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ക്രിസ്മസിന്റെ ഒരു മുന്നാസ്വാദനം അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഒരു പാട്ട് തന്നെയാണ്. അമ്മമാരുടെ ഹൃദയം, അവരുടെ ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥനകൾ, കണ്ണുനീര്, അവരുടെ മനോഭാവം, അത് നമ്മുടെ എല്ലാവരും രക്ഷയിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിജയത്തിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന 6 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അമ്മമാരാണ്. അപ്പോഴതാണ് ഒരുപക്ഷെ നമ്മുടെ ഈ സ്കൂളിന്റെ വിജയത്തിന്റെയും പിന്നിലുള്ളതെന്ന് ഞാൻ അംഗീകരിക്കുക, മനസ്സിലാക്കുകയും ചെയ്തു. നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ അധ്വാനവും ഒക്കെ അതൊരു ക്രിസ്മസ് തന്നെയാണ്, അതൊരു സെലിബ്രേഷൻ തന്നെയാണ്, അതൊരു വിജയമാണ്, അതൊരു സക്സസ് ആണ്. അതിന് നിങ്ങളെല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ക്രിസ്മസ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന പുൽക്കൂടോ അല്ലെങ്കിൽ സ്റ്റാറോ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പരസ്പര ധാരണയും പരസ്പര വിശ്വാസവും ഷെയറിങ്ങുമാണെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ വർഷം 7 ടീമുകളാണ് ക്രിസ്മസ് വ്യത്യസ്തമായ രീതിയിൽ ഓരോ ആംഗിളിൽ നിന്നുകൊണ്ട് ക്രിസ്മസിനെ അവതരിപ്പിച്ചത്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ്. പ്രത്യേകമായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്, എനർജി എടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് നല്ല എല്ലാവരും ചേർന്ന് അവിടെ പ്രത്യേകിച്ച് നമുക്ക് ജാതി മതമൊന്നുമില്ല, നമുക്കുള്ള ഒരു മതം മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ മതം. അവിടെ സങ്കുചിതരാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മനുഷ്യമതം എപ്പോഴും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഒരു സൊസൈറ്റിയുടെ ഒരു ഫുൾ നേർക്കാഴ്ചയായിട്ട് നമുക്ക് തീരണം. അതിനിടയാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ. താങ്ക് യു.